ആരോപണങ്ങൾ അടങ്ങാതെ അലയടിക്കുമ്പോൾ തെലങ്കാനയിൽ വോട്ട് ചോരിയിലൂടെ ബി.ജെ.പി 8 ലോക്സഭാ സീറ്റിൽ വിജയിച്ചെന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് തെലങ്കാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മഹേഷ് കുമാർ ഗൌഡ. ഇത്തരത്തിൽ കൃത്രിമം കാണിച്ചതുകൊണ്ടാണ് നരേന്ദ്രമോദിക്ക് മൂന്നാമതും അധികാരത്തിൽ എത്താൻ കഴിഞ്ഞതെന്നാണ് മഹേഷ് കുമാർ ഗൌഡയുടെ ആരോപണം. ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങൾ മോദിയുടെ നേതൃത്വത്തിൽ തകർക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി വോട്ട് ചോരി സംബന്ധിച്ച ആരോപണം ഉയർത്തിയത്. വോട്ട് മോഷണത്തിലൂടെ ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയും ചവിട്ടി മെതിക്കപ്പെടുകയാണ്. എല്ലാ ഗ്രാമങ്ങളിലും വോട്ട് ചോരി എന്ന ഒപ്പുശേഖരണ പരിപാടി നടത്തി വോട്ട് മോഷണത്തിനെതിരെ വ്യാപകമായ അവബോധം സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഓരോ ഗ്രാമത്തിലും കുറഞ്ഞത് 100 ഒപ്പുകൾ ശേഖരിക്കുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും രാജ്യത്തെ 80% ആളുകളും വോട്ട് മോഷണം നടന്നതായി വിശ്വസിക്കുന്നതായും അദ്ദേഹം അടിവരയിടുന്നുണ്ട്. അതേസമയം രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകൾക്ക് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ മറുപടി നൽകാതെ കുഴങ്ങിയിരിക്കുക തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കുന്നു എന്ന തരത്തിലാണ് ജ്ഞാനേഷ് കുമാർ പ്രതികരിക്കുകയുണ്ടായത്. കമ്മീഷന് പ്രതിപക്ഷമോ ഭരണപക്ഷമോ എന്നില്ലാത്രേ, എല്ലാവരും തുല്യരാണ്. പ്രത്യയശാസ്ത്രമോ ബന്ധമോ പരിഗണിക്കാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നിയമത്തിന് കീഴിൽ തുല്യമായി പരിഗണിക്കുമെന്നാണ് കമ്മീഷൻ ആവർത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച് ഉയരുന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശം ജനങ്ങൾ മനസ്സിലാക്കുമെന്നും ഒക്കെയാണ് അവർ നൽകുന്ന വിശദീകരണവും. എന്നാൽ കമ്മീഷൻ ഭരണകക്ഷിയുടെ ഭാഷയിലാണ് സംസാരിച്ചതെന്ന തരത്തിൽ വാദങ്ങൾ ഉയരുന്നുമുണ്ട്. എല്ലാ ആരോപണങ്ങളും തെളിവ് സഹിതം രാഹുൽ അവതരിപ്പിച്ചിട്ടും വോട്ട് കൊള്ള എന്നത് വെറും കള്ളക്കഥ പ്രചാരണം മാത്രമാണെന്നും തങ്ങൾ വിവേചനമില്ലാതെ പ്രവർത്തിച്ചെന്നുമുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം എത്ര പരിഹാസ്യമാണെന്ന് ആലോചിച്ചു പോകുന്നു. ജനാധിപത്യത്തെ അവഹേളിക്കുന്ന പ്രവൃത്തികൾ ചെയ്തിട്ട് പോലും തങ്ങൾ ചെയ്തതെല്ലാം സുതാര്യമെന്ന തരത്തിലാണ് കമ്മീഷൻ മുൻപോട്ട് പോകുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വോട്ട് കൊള്ളയ്ക്ക് സാക്ഷ്യം വഹിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ പടിയിറങ്ങേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു.